Dear students, today I am going to discuss multi-stage graph using dynamic programming. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്, വെയ്റ്റഡ് ഗ്രാഫാണ്. Vertices are divided into stage. ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ ഇതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണ്, ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം നമുക്ക് ഡൈനാമിക് പ്രോഗ്രാം മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡൈനാമിക് പ്രോഗ്രാം വർക്ക്സ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് optimality. The principle of optimality says problem must be solved sequence of decision. ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നത് ഒരു മൾട്ടി സ്റ്റേജ് ഗ്രാഫിൽ കൃത്യമായിട്ട് വെർട്ടിസസ് കാണാം. ഇപ്പോൾ അത് ഫസ്റ്റ് വെർട്ടിസെക്സ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും. സെക്കൻഡ് വെർട്ടിസസ് എന്ന് പറയുന്നത് സെക്കൻഡും തേർഡും അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. അപ്പൊ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ വെർട്ടെക്സിലും കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓരോ വെർട്ടെക്സിലും കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ എല്ലാ വെർട്ടെക്സിലേക്കും വെർട്ടെക്സിന്റെ ഓരോ സ്റ്റേജുകൾ കാണിക്കുന്നുണ്ട്. V1 ഇത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് വരുന്നത് V2, V3 സ്റ്റേജിൽ 3 എണ്ണം ഉണ്ട്, 3 വെർട്ടെക്സ് 4ഉം 5ഉം 6ഉം, then V4 and V5. ഞാൻ അതിന്റെ വെയിറ്റ് അസൈൻ ചെയ്യാണ്. തന്നിരിക്കുന്ന വെയിറ്റുകളാണ് ഓരോ വെർട്ടെക്സിൽ നിന്നും തൊട്ടടുത്ത വെർട്ടെക്സിലേക്കുള്ള വെയിറ്റ്സ്. ഇതിൽ വെർട്ടെക്സിൽ നിന്ന് 1, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെർട്ടെക്സ് 1ൽ നിന്ന് 2ലേക്കുള്ള, ഓക്കെ, 1ൽ നിന്ന് അടുത്ത വെർട്ടെക്സിലേക്കുള്ള മിനിമം പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ വരയ്ക്കുന്നുണ്ട്. നമുക്ക് ടേബിൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടേബിൾ എഴുതുന്നത് വെർട്ടെക്സും അതിന്റെ കോസ്റ്റും ഏത് വെർട്ടെക്സിലേക്കാണ് ഏത് ഈസി പാത്ത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ വെർട്ടെക്സിലും തൊട്ടടുത്ത വെർട്ടെക്സിലേക്ക് പോകുന്നതും അതിൽ ഡിനോട്ട് ചെയ്യാം. ഇപ്പൊ V എന്ന് പറയുന്നത് വെർട്ടെക്സ് ആണ്, പിന്നെ ഉള്ളത് കോസ്റ്റ് ആണ്. ഓരോന്നിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദെൻ D. ടോട്ടൽ ഇവിടെ 9 വെർട്ടെക്സ് ആണുള്ളത്. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ വെർട്ടെക്സിൽ നിന്നും പോകുന്ന വെർട്ടെക്സിന്റെ കോസ്റ്റുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 1ൽ നിന്ന് ഏതാണ് ഷോർട്ട് എന്ന് കണ്ടുപിടിക്കുക. ഇപ്പോൾ 2ൽ എത്തിക്കഴിഞ്ഞാൽ 2ൽ നിന്ന് 6ലേക്കുണ്ട്, 4ലേക്കുണ്ട്. 3 ആണെങ്കിൽ 3ൽ നിന്ന് 4, 5, 6 അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ലാസ്റ്റിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9ാമത്തെ വെർട്ടെക്സിൽ നിന്ന് തുടങ്ങാം. ഒന്നും തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ പാത്തിലൂടെ ഉള്ളതും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് 9ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് കോസ്റ്റ് ഓഫ്, ഇവിടെ C എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കോസ്റ്റ് ആണ്. ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഫസ്റ്റിൽ എഴുതുന്നത് നമ്മുടെ അതിന്റെ വെർട്ടെക്സിന്റെ സ്റ്റേജ് ആണ്. സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് V5 എന്ന് പറഞ്ഞ 5 എന്ന് പറയുന്നത് വെർട്ടെക്സിലെ സ്റ്റേജ് ആണ് കേട്ടോ. 5, 9 മീൻസ് സ്റ്റേജ് 5, 9 വെർട്ടെക്സ്. അപ്പൊ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം 9ൽ നിന്ന് അങ്ങോട്ടും ഇല്ലല്ലോ, ഫോർവേഡ് ഇല്ല.
ഇപ്പൊ ചെറിയ ഗ്രാഫൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാണാം. കാരണം ആ ചെറിയ ഓരോ വെർട്ടെക്സിന്നും ഓരോ വെയിറ്റ് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ വലിയൊരു വെർട്ടെക്സ് ആണ്, വലിയൊരു ഗ്രാഫ് ആണെങ്കിൽ കുറെ കോംപ്ലിക്കേഷൻ ആയിട്ട് കുറെ വെർട്ടെക്സ് പല വെർട്ടെക്സിലേക്കും ഇതുണ്ടാവുമ്പോഴാണ് ഇത് ഈ രീതിയിൽ കണ്ടുപിടിക്കേണ്ടത്. ഒരേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് കാണാൻ പോകുന്നത് V4, അതായത് ഫോർത്ത് സ്റ്റേജിൽ രണ്ട് വെർട്ടെക്സ് ഉള്ളത്, ഒന്ന് 7ഉം 8ഉം. അപ്പൊ ആദ്യം 7ന്റെ കാണാം, C47. ഫോർത്ത് സ്റ്റേജ് 7 വെർട്ടെക്സിൻ്റെത് വെയിറ്റ്, കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വെയിറ്റ് ആണ് 7 ആണ് നോക്കേണ്ടത്. അപ്പം 7 നിന്ന് 9ലേക്കുള്ളത് 7 ആണ്. അതുപോലെ ഫോർത്ത് സ്റ്റേജിൽ അടുത്തുള്ള 8 ആണ്. 8ൻ്റെത് എത്രയാ? 3 ആണ്. അപ്പോൾ അത് എഴുതാം, ടേബിളിൽ കോസ്റ്റ് എഴുതുന്നുണ്ട്, അതിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും വെർട്ടെക്സ് സൂചിപ്പിക്കാം. ഫോർത്ത് സ്റ്റേജിൽ ഇപ്പോൾ രണ്ടെണ്ണുള്ളത്, 7ൻ്റെത് എഴുതി, 7ൻ്റെത് 7 തന്നെ, 8ൻ്റെ 3. അത് 9 എന്ന് പറയുന്ന വെർട്ടെക്സിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജിൽ C34. തേർഡ് സ്റ്റേജിൽ ആദ്യം 4നാണ് കാണുന്നത്. 4 എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് പോകുന്നത് ഒന്ന് 7ലേക്ക് പോകുന്നുണ്ട്, ദെൻ 8ലേക്കും പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മിനിമം ഓഫ് വെയിറ്റ് ഓഫ് 47. അതായത് വെയിറ്റ് ഓഫ് 47 എന്ന് പറഞ്ഞാൽ 4 നിന്ന് 7ലേക്കുള്ള വെയിറ്റ് ആദ്യം കാണണം. നമ്മൾ 9ലേക്കാണ് കാണുന്നത്. അപ്പം ബാക്കിയുള്ളത് ഇനി കോസ്റ്റ്, മറ്റേതിന്റെ കോസ്റ്റും കൂടി കൂട്ടിയാൽ മതി. കോസ്റ്റ് ഓഫ് 47 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ അതിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് അവിടെ എഴുതുന്നത്. കോസ്റ്റ് ഓഫ് 47 അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം വെയിറ്റ് ഓഫ് 47ഉം പ്ലസ് കോസ്റ്റ് ഓഫ് 47ഉം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 7 നമുക്കറിയാം. 1 ഫോർത്ത് സ്റ്റേജിൽ 7ൻ്റെത് വെയിറ്റ് 1 ആണ്. 4 to 7ലേക്ക് 1 ആണ്, പ്ലസ് 7, അപ്പോൾ 8. അതുപോലെ 4ന് പോകുന്ന 8ലേക്കും പോകുന്നുണ്ട്. അപ്പം വെയിറ്റ് ഓഫ് 48 പ്ലസ് കോസ്റ്റ് ഓഫ് 48. കോസ്റ്റ് ഓഫ് 48 എന്ന് പറഞ്ഞാൽ 8ന്റെ കോസ്റ്റ് ആണ് കേട്ടോ, വെയിറ്റ് അല്ല. അങ്ങനെ കണ്ടുപിടിച്ച് പോയാൽ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്. ഇപ്പോൾ 4 + 3. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്? മിനിമം വരുന്നത് ഒന്ന് 8, ഒന്ന് 7. അപ്പോൾ 7 ആണ്. അപ്പൊ നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് 4 കിട്ടി, 7 കിട്ടി. അത് ടേബിളിൽ എഴുതണം. ഫോർ വെർട്ടെക്സ് 4 ആണ്. 4ൻ്റെത് 7, കോസ്റ്റ് 7. അത് പോകുന്നത് 8ലേക്കാണ്. 4ന്റെ 8 ബൈ ആണ് പോകുന്നത്, 9ലേക്ക് പോകുന്നത്. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്. ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് 5. തേർഡ് സ്റ്റേജിൽ 5, വെർട്ടെക്സ് 5. ഇവിടെ ഗ്രാഫ് കുറച്ച് വിസിബിൾ അല്ല, അപ്പോൾ അത് ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 5th വെർട്ടെക്സിന്റെ ആണ് കാണുന്നെങ്കിൽ 5th നിന്ന് 2 ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഒന്ന് 7ലേക്കും പോകുന്നുണ്ട്, ഒന്ന് 8ലേക്കും പോകുന്നുണ്ട്. അതാണ് അവിടെ എഴുതിയത്. 5, 7. വെയിറ്റ് ഓഫ് 5, 7 പ്ലസ് കോസ്റ്റ് ഓഫ് 4, 7. 7ന്റെ കോസ്റ്റും. ദെൻ വെയിറ്റ് ഓഫ് 5 8ലേക്ക് പോകുന്നുണ്ട്. അപ്പം 5 8ന്റെ വെയിറ്റും പ്ലസ് 8ന്റെ കോസ്റ്റും. അപ്പൊ അതിൽ മിനിമം വരുന്നത് 5 ആണ്. ഓക്കെ, 5. അപ്പൊ അതിന്റെ കോസ്റ്റ് 5 എന്ന് എഴുതിയിട്ടുണ്ട്. വെർട്ടെക്സ് 5ൻ്റെത് 5, 8ലേക്കാണ് അത് മിനിമം പോകുന്നത്. ദെൻ 6ൻ്റെത് എഴുതുമ്പോൾ 6ൽ നിന്ന് 7ലേക്കും പോകുന്നുണ്ട്, 8ലേക്കും പോകുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് 6 7ഉം പ്ലസ് കോസ്റ്റ് ഓഫ് 7ഉം, വെയിറ്റ് ഓഫ് 6 8ഉം 8ന്റെ കോസ്റ്റും. ഓരോന്നിന്റെയും വെയിറ്റ് ഇങ്ങനെ കാണുന്നതിന് പകരം കോസ്റ്റ് ആക്കുന്ന അതിനാണ്. എന്നാൽ പിന്നെ ഒരു ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് എന്ന് എഴുതിയാൽ 4ന്റെ എഴുതിയാൽ മതി. മറ്റത് വെയിറ്റ് ഓഫ് 3ഉം 4ഉം 5th ഒക്കെ എഴുതണ്ടേ. അപ്പൊ അതിന് പകരമാണ് ഈ കോസ്റ്റ് കാണുന്നത്.
അപ്പോൾ അത് ഓക്കെ. ദെൻ 6th ഇൻറ്റും 5 തന്നെ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് ആണ്. അടുത്ത സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ 2 ഉള്ളത്, 2 വെർട്ടെക്സ് ആണുള്ളത്, 2ഉം 3ഉം. 2ൽ നിന്ന് 4ലേക്കും പോകുന്നുണ്ട്, 2ൽ നിന്ന് 6ലേക്കും പോകുന്നുണ്ട്. അവിടെ ഗ്രാഫ് വിസിബിൾ അല്ല, അത് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് മേലോട്ടാക്കിയതാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ ഗ്രാഫ് കാണാം, അല്ലെങ്കിൽ എഴുതി വെച്ചാൽ കാണാം. 2ൽ നിന്ന് 4ലേക്കുള്ള, അപ്പോൾ എഴുതുമ്പോൾ മിനിമം ഓഫ് വെയിറ്റ് ഓഫ് 2 4ഉം പ്ലസ് 4ന്റെ കോസ്റ്റും. 4ന്റെ കോസ്റ്റ് ആണ് C34 എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേജിലെ 4ന്റെ കോസ്റ്റ്. ദെൻ 2ൽ നിന്ന് പിന്നെ 6ലേക്ക് പോകുന്നുണ്ട്, 6ഉം അതുപോലെ 6ന്റെ കോസ്റ്റും. അപ്പോൾ അതിൽ മിനിമം കിട്ടുന്നത് 8 ആണ്. അപ്പോൾ 2ൻ്റെത് നമുക്ക് 8 എന്ന് എഴുതാം. അത് പോകുന്നത് ഏറ്റവും മിനിമം പോകുന്നത് 6ലേക്കാണ്. ദെൻ തേർഡ് C of 2 3, സെക്കൻഡ് സ്റ്റേജിൽ 3ൻ്റെത്. 3ൽ നിന്ന് 3 വെർട്ടെക്സിലേക്കാണ് പാത്തുള്ളത്, 4 5 6. അപ്പോൾ 3 എഴുതണം. 3 എഴുതി കഴിഞ്ഞാൽ ഏറ്റവും മിനിമം കിട്ടുന്നത് 10 ആണ്. 10 എന്ന് പറയുന്നത് വെർട്ടെക്സ് 5ലേക്കുള്ളതാണ് മിനിമം വരുന്നത്. വെർട്ടെക്സ് 5 വഴി പോകുന്നതാണ് മിനിമം. കാൽക്കുലേറ്റ് ചെയ്താൽ കാണാം. ലാസ്റ്റ് വൺ, നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് വെർട്ടെക്സിൻ്റെ ആണ്. ഫസ്റ്റ് വെർട്ടെക്സിൻ്റെ കാണാൻ വളരെ എളുപ്പമാണ്. കാണാം, ഇനി ഫസ്റ്റിൽ വെർട്ടെക്സ് എന്ന് പോകുന്ന 2 ഭാഗത്തേക്കുള്ളൂ, ഒന്ന് 2ലേക്കും 3ലേക്കും. അപ്പം 2ൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് കണ്ടാൽ മതി, 3ൽ നിന്നും അതിൻ്റെ കോസ്റ്റ് കണ്ടാൽ മതി. അതിനാണ് ഈ കോസ്റ്റ് കാണുന്നത്. കോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വെർട്ടെക്സിൻ്റെയും വെയിറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, നേരെ കോസ്റ്റ് കണ്ടാൽ മതി. ഇപ്പോൾ ആദ്യം 1ൽ നിന്ന് 2ലേക്കുള്ളത് കാണാം. ദെൻ 1ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ അതിൻ്റെ മിനിമം എടുത്തു കഴിഞ്ഞാൽ മിനിമം ഓഫ് വെയിറ്റ് ഓഫ് 1 2 ആണ് ആദ്യം. 1 2 പ്ലസ് കോസ്റ്റ് ഓഫ് 2. ദെൻ വെയിറ്റ് ഓഫ് 1 3യും ദെൻ കോസ്റ്റ് ഓഫ് 2 3യും. ഇത് രണ്ടുമാണ് വരിക. അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ ഇത് വിസിബിൾ അല്ല, അത് ചെയ്ത് നോക്കിയാൽ 12 ആണ് കിട്ടുന്നത്. 12 മിനിമം കിട്ടുന്നത് 12 ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം എഴുതുന്നത് ഫസ്റ്റ് വെർട്ടെക്സിൻ്റെ നോക്കുക. ഫസ്റ്റ് വെർട്ടെക്സ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, 12 ആണ് കേട്ടോ കോസ്റ്റ്. അത് 3ലേക്ക് പോകുന്നതാണ്. അപ്പോൾ 3ലേക്ക് പോകുന്നതാണ് മിനിമം. മൂന്നാമത്തെ വെർട്ടെക്സിലേക്ക് പോകുന്നതാണ് മിനിമം. അപ്പോൾ ഫസ്റ്റിൻ്റെ 3 ആണ്. അപ്പോൾ ഏറ്റവും മിനിമം വരുന്നത് 3ലേക്ക്. അപ്പോൾ 1 1 ഡിസ്റ്റൻസ് ഓഫ് 1 1 ഫസ്റ്റ് വെർട്ടെക്സ് എന്ന് പോകുന്നത് 3ലേക്കാണ്. അപ്പോൾ 3 എഴുതി. ഇനി അടുത്ത നോക്കേണ്ടത് 3ൽ നിന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. അതാണ് D2 3 എന്ന് എഴുതി. സെക്കൻഡ് സ്റ്റേജിൽ 3 ആണ്. 3ൽ നിന്ന് എങ്ങോട്ടാണ് മിനിമം? 3ൽ നിന്ന് മിനിമം നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 3ൽ നിന്ന് മിനിമം 5 ആണ്. 5 വെർട്ടെക്സ് 5ലേക്കാണ്. 3 നോക്കിയാൽ ഇതിൽ 5 എന്ന് കാണാം. വെർട്ടെക്സ് 5ലേക്കാണ് മിനിമം. അതവിടെ അണ്ടർലൈൻ ചെയ്തത്. ഓക്കെ, അടുത്ത 3 5. 5 നിന്ന് എങ്ങോട്ടാണ് മിനിമം പോകുന്നത്? 8ലേക്കാണ്. അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. 8ലേക്കാണ് മിനിമം. 5 കേട്ടോ, വെർട്ടെക്സ് 5 എന്നാണ്, 6 എന്നല്ല, 5 എന്ന്. ദെൻ 8 നിന്ന് പിന്നെ 9ലേക്ക്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയല്ലോ, ലാസ്റ്റ് വെർട്ടെക്സിലേക്ക്. അപ്പോൾ അതിൻ്റെ പാത്ത് ഇങ്ങനെയാണ് വരുന്നത്. വെർട്ടെക്സ് 1 to 3, 3 to 5 ആൻഡ് 5 to 8 and 9. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഇതായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ഉണ്ടാവുക. ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് കിട്ടുന്നത് ഈ ഒരു പാത്തായിരിക്കും. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ ഗ്രാഫിലൊന്ന് വരയ്ക്കുക. 1 to 2 അതാണ് ഒന്ന് വരുന്നത്. പിന്നെ 3 എന്ന് പോകുന്നത് 5ലേക്കാണ്. പിന്നെ 5 എന്ന് പോകുന്നത് 8ലേക്കാണ്. 8 എന്ന് പോകുന്നത് 9ലേക്കാണ്. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 എന്നാണ് കിട്ടുക. അതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ മൾട്ടി സ്റ്റേജ് ഗ്രാഫിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.